എയർവേ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ നിന്നു പോവുകയാണ്. ഇതിൽ വളരെ സെൻസിറ്റീവായ ഒരു ഓർഗനാണ് ബ്രെയിൻ. താൽക്കാലികമായി ഫങ്ഷൻസ് നിർത്തി തുടങ്ങും. പേഷ്യന്റ് വിത്തിൻ സെക്കൻഡ്സ് കൺഫ്യൂഷനിലും ഡിസിനെസ്സും പിന്നെ അൺകോൺഷ്യസും ആവാനുള്ള കാരണം അത് 1 മുതൽ 2 മിനിറ്റിനുള്ളിൽ സംഭവിക്കും. 4 മുതൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ പേഷ്യന്റ് ബ്രെയിൻ സെൽസ് ഡെഡ് ആയി തുടങ്ങും. ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഇതൊരു എമർജൻസി മെഡിക്കൽ സിറ്റുവേഷനിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റിംഗ് എമർജൻസി സിസ്റ്റം. ഈ ആംബുലൻസ് വരുന്നതിനുള്ളിൽ 4-5 മിനിറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. ചോക്കിംഗ് മാനുവർ ഇൻഫൻസിലും ടോഡ്ലേഴ്സിലും ഡിഫറെന്റ് ആണ്. ചോക്കിംഗ് ക്യാൻ ബി പാർഷ്യൽ ആൻഡ് കംപ്ലീറ്റ്. നിങ്ങളുടെ കുഞ്ഞ് ഈ ചോക്കിങ്ങിന്റെ സൈൻസ് കാണിക്കുകയാണെങ്കിൽ ഇതിന്റെ ക്ലാസിക്കൽ സൈൻ ആണ് ഈ കാണുന്നത്. പാർഷ്യൽ ബ്ലോക്കേജ് ആണെന്നുണ്ടെങ്കിൽ പേഷ്യന്റ് കഫ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനെ എൻകറേജ് ചെയ്യണം. അലോങ് വിത്ത് ദാറ്റ് ബാക്ക് ബ്ലോസും കൊടുക്കാൻ ശ്രമിക്കുക. എന്നാൽ കുഞ്ഞിനെ തലകീഴ പിടിക്കുകയോ വായിൽ കൈയിടുകയോ വെള്ളം കൊടുക്കുകയോ ചെയ്യരുത്. ഇൻഫന്റിൽ ഇത് യൂഷ്വലി 5 ബാക്ക് ബ്ലോസ് 5 ചെസ്റ്റ് ത്രസ്റ്റ്. ബാക്ക് ബ്ലോസ് കൊടുക്കുമ്പോൾ കുട്ടിയെ ഫേസ് ഡൗൺ പൊസിഷനിലാണ് നിർത്തേണ്ടത്. അതായത് ഷോൾഡർ ബ്ലേഡിന്റെ സെന്റർ പോയിന്റിൽ നിങ്ങളുടെ ഹീൽ ഓഫ് ദ ഹാൻഡ് എന്ന് പറയും ഈ ഒരു ഭാഗം വെച്ച് 5 ബാക്ക് ബ്ലോസ് കൊടുക്കുക. എന്നിട്ട് കുഞ്ഞിനെ തിരിച്ചു കടത്തി 2 ഫിംഗേഴ്സ് വെച്ച് ചെസ്റ്റിന്റെ അതായത് 2 നിപ്പിളിന്റെയും സെന്റർ പോയിന്റിൽ ലിറ്റിൽ ബിറ്റ് ഡൗൺ ഉള്ളിലേക്ക് പുഷ് ചെയ്യുക. ഇതാണ് 5 ത്രസ്റ്റ്. പാർട്ടികൾ പുറത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഇത് നിങ്ങൾക്ക് എത്തുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈയിട്ടെടുക്കാവുന്നതാണ്. എന്നാൽ അധികം ഉള്ളിലേക്ക് കൈയിടാതിരിക്കുക. ഇപ്പോൾ കുട്ടി 2 years and above ആണെങ്കിൽ ബാക്ക് ബ്ലോസ് അലോങ് വിത്ത് ഹേമിക് മാനുവർ കൊടുക്കാം. ഇത് അപ്പർ ബാക്ക് ആൻഡ് നെക്ക് മാത്രം താഴേക്ക് താഴ്ത്തിയ എയർവേ ഷുഡ് ബി ഫേസിംഗ് ഡൗൺവേർഡ്സ്. ഒരു ഫിസ്റ്റ് പൊസിഷനിൽ ഹാൻഡ് വെച്ചതിന് ശേഷം ജെ ഷേപ്പ് എന്ന് പറയും ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് ത്രസ്റ്റ് കൊടുക്കുക. ഈച്ച് ടൈം കൊടുക്കുമ്പോഴും നമുക്ക് ചെക്ക് ചെയ്യാം വന്നിട്ടുണ്ടോ എന്നുള്ളത്. കുട്ടി അൺകോൺഷ്യസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഈ ഓക്സിജൻ സപ്ലൈ ഹാർട്ടിലേക്ക് നിൽക്കുമ്പോൾ മേ ബി കാർഡിയാക് അറസ്റ്റ് വരാം. റൈറ്റ് അവേ CPR സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് CPR ഇൻ ചോക്കിംഗ് ഇസ് ഡിഫറെന്റ് ഫ്രം അതർ CPR. നിങ്ങൾ എന്തായാലും ആന്റി ചോക്കിംഗ് ഡിവൈസ് വീട്ടിൽ കരുതേണ്ടതാണ്. ഇത് വളരെ ഈസിയാണ്. മൂക്കിലും മൗത്തിലും ഇൻക്ലൂഡഡ് ആയിട്ട് ഇത് വെച്ചതിന് ശേഷം ഇതിന്റെ പ്ലഞ്ചർ ജസ്റ്റ് പുൾ ചെയ്താൽ മാത്രം മതി. റിവൈവ് യുവർ ഹെൽത്ത്, റിവൈവ് യുവർ ഫ്യൂച്ചർ വിത്ത് ഡോക്ടർ രശ്ന അക്ബർ. താങ്ക് യു. ടേക്ക് കെയർ.